അക്രമികളുടെ വിഹാര കേന്ദ്രമായ ചില നിഗൂഢ സ്ഥലങ്ങൾ ചിലയിടത്തുണ്ട്. അടുത്തിടെ ചില കൊലപാതകങ്ങൾക്ക് പിന്നാലെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം ചില സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ വാർത്താ പരമ്പരയുടെ യാത്ര. ചില നാട്ടിലെ നിഗൂഢതകൾ. അടുത്തിടെ കോട്ടയം സ്വദേശിനിയായ സുധയെ സുഹൃത്തായിരുന്ന ഷാജി കൊലപ്പെടുത്തിയത് വൈറ്റില ജംഗ്ഷനോട് ചേർന്നുള്ള റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള പ്രദേശത്തായിരുന്നു. ജനത്തിരക്കേറിയ ഇടത്തിന് വെളിപ്പാട് അകലെയെങ്കിലും കാടും മറ്റും വളർന്ന് നിഗൂഢമായ പ്രദേശമായി മാറിയിരിക്കുന്ന ഇടമാണിത്. എറണാകുളം റെയിൽവേ മാർഷലിംഗ് കാർഡിന് സമീപത്തും ലഹരിക്കൂട്ടങ്ങളും മറ്റും തമ്പടിക്കുന്ന ഒരു പ്രദേശമുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് വളക്കൂറാകുന്ന കൊച്ചി നഗരത്തിലെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുന്നു. ഇവിടെ ആരെങ്കിലും വന്ന് മരിച്ചാലും അറിയാനും പറ്റൂല ഈ കാട്ടിലേക്ക് കിടന്നിട്ട്. സംസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നാണ് വൈറ്റില. അവിടെ നിന്ന് ഏതാനും കാലടികൾ വച്ചാൽ ഇവിടെ എത്താം. വൈറ്റില മേൽപ്പാലത്തിന് താഴെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള പ്രദേശം. കാട് കയറി നിഗൂഢമായി കിടക്കുന്ന ഇടമാണ് ഇത്. ആരെങ്കിലും കൊന്നിട്ടാൽ പോലും അറിയില്ല. അടുത്തിടെ കോട്ടയം സ്വദേശിനി സുധ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്ത് വച്ചായിരുന്നു. ഇതുവഴി പോയ ലോക്കോ പൈലറ്റാണ് ബോഡി കാണുകയും വിവരം അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. അതിലൂടെ പോണവർക്ക് ഭീതി ഉണ്ടാവുമല്ലോ. കാരണം വൈകിട്ടൊക്കെ പെണ്ണുങ്ങളൊക്കെ പോണാണ് ഇതില്. ഒരു കൊലപാതകം ഉണ്ടായിരുന്നല്ലോ, ഒരു ഭീതി അതിനുണ്ട്. ചില ആൾക്കാരെ കൊന്നിട്ടാൽ പോലും അറിയില്ല. അത് തന്നെ. അത് ഒരു 7 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും സഞ്ചാരം കുറവായിരിക്കുള്ളൂ. ക്രിമിനലുകളും സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്ന പ്രദേശമാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. അതിൻ്റെ എല്ലാ സൂചനകളും ഇവിടെയുണ്ട്. കാട് കയറി കിടക്കുകയാണ് പലയിടങ്ങളും. പകൽ തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ രാത്രി പറയേണ്ടതില്ലല്ലോ. മദ്യക്കുപ്പികൾ, ഗ്ലാസുകൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കവറുകൾ എല്ലാം ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നു. സംശയാസ്പദമായി പലരെയും ഇവിടെ കണ്ടു. സാമൂഹ്യ വിരുദ്ധരാണ് കൂടുതലായിട്ട് വന്നിരിക്കണേന്ന് തോന്നാറുണ്ട്. പിന്നെ അന്നത്തെ സംഭവത്തിന് ശേഷം ചെറുതായിട്ട് ഈ വഴി കൂടെ മക്കളെ കൊണ്ടുവരുമ്പോൾ പേടി തോന്നാറുണ്ട്. ലൈറ്റും സംവിധാനവും വേണം, കാട് വെട്ടിത്തളിക്കണം. രാത്രി വരുമ്പോൾ മാത്രമേ പേടിയുള്ളൂ. പകൽ സമയത്ത് നമുക്ക് ഹെൽപ്പിന് ആളെ ചുറ്റുവട്ടത്ത് വിളിക്കാൻ പറ്റും. മേൽപ്പാലത്തിന് താഴെയുള്ള ഒരു ഭാഗം പൂർണ്ണമായി തന്നെ കാട് കയറി കിടക്കുകയാണ്. ഇവിടെയൊക്കെ പല ആളുകളും വന്ന് രാത്രിയും ഒക്കെ തന്നെ ഇരിക്കാറുണ്ട് എന്നതാണ് പ്രദേശവാസികൾ പറയാറ്. പലരും വന്നിട്ടുണ്ട്. നമുക്ക് ആരാണ് ഏതാണെന്നൊന്നും അറിയാൻ പാടില്ല. കൂടുതലും പുറത്തുനിന്ന് വന്നേക്കുന്ന ആളുകളാണ്. ഇവിടെ മദ്യപാനമുണ്ട്, പല പരിപാടികളുണ്ട് അതിനിടയ്ക്കുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ട് സഹിച്ച് പരിശുദ്ധമൊക്കെ അവരും ഇടപെടണതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ സദാചാര പോലീസുകളെന്നും പറഞ്ഞ് അവർ പ്രശ്നങ്ങളാകും. അപ്പോൾ അത് കാരണം ആളാരും കണ്ട് ചെലവൊന്നും പ്രതികരിക്കാൻ നിൽക്കില്ല. പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ ആ വ്യക്തി മോശക്കാരനാണ്. അതാണ് പ്രശ്നം. എത്രയും പെട്ടെന്ന് റെയിൽവേക്കാരുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശം എല്ലാ ഭാഗങ്ങളും പിന്നെ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഈ അണ്ടർപാസിൽ ലൈറ്റ് മേലിടണം. പെട്രോളിങ്ങും വേണം. ഫോൺ കൊടുക്കാം. ഒന്നര വർഷം മുൻപ് ഈ കാണുന്ന എറണാകുളം മാർഷലിംഗ് യാർഡ് മെക്കാനിക്കൽ യൂണിറ്റിൽ ഒരു സംഘം നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കുട്ടികളടക്കമടങ്ങുന്ന ലഹരി സംഘം ഈ ഓഫീസിന് സമീപമുള്ള ഈ കാണുന്ന കുറ്റിക്കാട്ടിൽ സ്ഥിരമായി തമ്പടിക്കാറുണ്ടെന്ന പരാതി റെയിൽവേ അധികൃതരടക്കമെന്ന് മുന്നോട്ട് വച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളന്ന് ഒരു പരിശോധന നടത്തിയതാണ്. എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ? നമുക്കൊന്ന് നോക്കാം. ഇത് വൈറ്റിലയ്ക്കടുത്തുള്ള മറ്റൊരു പ്രദേശമാണ്. അകത്തേക്കാരും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം
കാടും മറ്റും വീണ്ടും വളർന്നു. എങ്കിലും ഇപ്പോഴും ഇവിടെ ലഹരി സംഘങ്ങളിൽപ്പെട്ട പലരും വന്നുപോകാറുള്ളതായാണ് റെയിൽവേ ജീവനക്കാർ പറഞ്ഞത്. ഇപ്പോഴും കാര്യമായ ഒരു മാറ്റവും ഈ പ്രദേശത്തിനില്ല. സാമൂഹ്യ വിരുദ്ധർക്കും മറ്റും തമ്പടിക്കാനുള്ള ഇടമായി അത് ഇവിടെ തുടരുകയാണ്. കുറ്റകൃത്യങ്ങൾ നടപ്പാക്കാനും കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും വളക്കൂറാകുന്നതാണ് ഇത്തരം ചില കേന്ദ്രങ്ങൾ. പോലീസ് പട്രോളിംഗ് ശക്തമാക്കി സാമൂഹ്യ ഇടപെടലും മറ്റും വഴി ഇവയെ മാറ്റിയെടുത്താൽ പകുതി പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.